ശ്രീ സണ്ണി എം കബികാട് 38,000 കോടിയോളം ഇപ്പോൾ ട്രൈബൽ വകുപ്പിനായി വിഭാഗത്തിനായി നീക്കിവച്ചിട്ടുണ്ട്. പക്ഷെ ആ കോടികൾ അവരിലേക്ക് എത്തിച്ചേരുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാർ കട്ടുമുടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മാറ്റണമെങ്കിൽ അവിടെ ഒരു ട്രൈബൽ മന്ത്രി ഇരുന്നാൽ ശരിയാവില്ല. അത് നന്നാക്കണമെങ്കിൽ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരു ഉന്നത കുലജാതൻ, അതൊരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ നായിഡുവോ എത്തിയാൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. തിരിച്ച് എന്ത് വേണം? തിരിച്ച് ഉന്നത കുലജാതരുടെ വകുപ്പ്, അതായത് വകുപ്പാണെന്ന് അറിയില്ല, ആ വകുപ്പുകളിൽ ട്രൈബൽ ആയ ആളുകൾ മന്ത്രിയായി വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കാലത്ത് ഒരു മന്ത്രിയിൽ നിന്നും, അതും കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ഒരു മന്ത്രിയിൽ നിന്ന് വരുന്ന പ്രതികരണത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതിനകത്ത് വളരെ പ്രധാനമായും നമ്മൾ കാണേണ്ടത്, ഇത് സുരേഷ് ഗോപിയുടെ കേവലമായ വിവരക്കേട് കൊണ്ട് മാത്രം പറയുന്നതല്ല. അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു വിശ്വാസമാണ്. അതായത് ഉന്നത കുലജാതർ ചെയ്താലേ കാര്യങ്ങൾ ശരിയാകൂ എന്ന് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശൂദ്രനായ സുരേഷ് ഗോപി പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ നമ്മൾ ആ നിലയ്ക്ക് മാത്രമല്ല കാണേണ്ടത്. അദ്ദേഹം നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന, കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MP ആണ്. അദ്ദേഹം ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരാളാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്കകത്ത് ഒരു മനുഷ്യനെയും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ വിവേചനം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ ആദിവാസികളുടെ ക്ഷേമം എങ്ങനെ ഉറപ്പാക്കണമെന്ന് വ്യത്യസ്തമായ നിയമങ്ങൾ വളരെ കൃത്യമായും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയിലെ ആദിവാസികൾക്ക് സ്വയംഭരണമടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന നിലയിൽ, മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന നിലക്ക് അദ്ദേഹം ഭരണഘടന ഒന്ന് വായിച്ചു നോക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതൊരു ഔദാര്യമല്ല, ഉത്തരവാദിത്വമാണ്. അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനേ അദ്ദേഹത്തിന് അവകാശമുള്ളൂ. ഇപ്പോൾ ട്രൈബൽ വിഭാഗത്തിന് വേണ്ടി നീക്കിവെച്ച ഫണ്ടുകൾ ഇപ്പോൾ ശരിയായി വിനിയോഗിക്കുന്നില്ല എന്നത് സുരേഷ് ഗോപി വിചാരിക്കുന്നത് പോലെ പുതിയ കാര്യമൊന്നുമല്ല. വർഷങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ഇപ്പോൾ പ്രഖ്യാപിച്ച ഉന്നത കുലജാതരെന്ന് സുരേഷ് ഗോപി വിളിക്കുന്ന വിഭാഗങ്ങൾ തന്നെയാണ്. അവരിവിടെ 75 കൊല്ലം ഭരിച്ചപ്പോഴും ആദിവാസിയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്തോ പുതിയ കാര്യം കണ്ടുപിടിച്ചു എന്ന നിലക്ക് ശുദ്ധ വിവരക്കേട് എഴുന്നള്ളിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിക്ക് പറ്റിയ പണിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇന്ത്യയിലെ പൗരന്മാരോട്, ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയെ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ പൗരസമൂഹത്തോടും രാഷ്ട്രീയ സമൂഹത്തോടും എനിക്ക് വളരെ വ്യക്തമായ ഒരു നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട്. രാജാവ്, രാജ്ഞി, രാജകുമാരി, രാജകുമാരൻ, ഉന്നത കുലജാതൻ, നീച കുലജാതൻ, ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇന്ത്യക്കകത്ത്. കാരണം ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും തുല്യരാണ്. ഈ സുരേഷ് ഗോപി പിൻപറ്റുന്ന സാമൂഹിക രാഷ്ട്രീയ നിലപാടുകൾ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് തുല്യാവകാശമാണ് നൽകി. അതുകൊണ്ട് അത് ലംഘിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്തൊരു കുറ്റകൃത്യം. ഇന്ത്യൻ ഭരണഘടനയെ സുരേഷ് ഗോപി വെല്ലുവിളിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യം. അത് മനസ്സിലാക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത് കേവലമായ, പിന്നെ ഇദ്ദേഹത്തിന് എന്തോ മാടമ്പി, ഒരു കോമാളി വർത്തമാനെന്നാണ്. ഒരു മാടമ്പിയുമല്ല, വെറും ശൂദ്രനായ ബ്രാഹ്മണന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന ശൂദ്ര പാരമ്പര്യം മാത്രമുള്ള ഒരാളാണ് അദ്ദേഹം. ഉന്നത കുലജാതനൊന്നും അല്ല. അദ്ദേഹം വെറുതെ വിചാരിക്കുന്നതാണ് അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത് ഇന്ത്യ ഭരിക്കാൻ അവകാശം ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ എന്ന മനുസ്മൃതിയുടെ സിദ്ധാന്തത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെന്ന് പതിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനെ റദ്ദ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് നമ്മൾ അറിയണം. ഇന്ത്യൻ ഭരണഘടന ഒരു വെല്ലുവിളിയായി ഈ കേന്ദ്ര മന്ത്രിയെ
ചെയ്തിരിക്കുന്നു എന്നൊരു കുറ്റകൃത്യമായി, ഇറ്റ് ഇസ് എ ക്രൈം. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് എന്നതാണ്. ഏതായാലും അദ്ദേഹത്തിന് ആ വകുപ്പ് നൽകാൻ അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.